നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. വർഷങ്ങളോളമായി കാട് മൂടിക്കിടന്നിരുന്ന ചെറുമുക്ക് കാടാംകുന്ന് റോഡിന്റെ വയലോര ഭാഗത്തെ കാടുകൾ വെട്ടിമാറ്റി NSS വളണ്ടിയർമാർ. NSS പ്രോഗ്രാം ഓഫീസർ P. സിറാജുദ്ദീൻ, പ്രദേശവാസി മുസ്തഫ ചെറുമുക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വരുന്ന NSS വളണ്ടിയർമാരാണ് കാടുകൾ വെട്ടിമാറ്റി ശുചീകരിച്ചത്. കുണ്ടൂർ PMST കോളേജിന്റെ സപ്തദിന ക്യാമ്പ് കൂടേക്ക, ചെറുമുക്ക് ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ തുടങ്ങിയതിന്റെ ഭാഗമായാണ് പ്രവൃത്തി നടന്നത്. വർഷങ്ങളോളമായി കാടുമൂടിക്കിടന്നിരുന്ന സ്ഥലം രാത്രിയുടെ മറവിൽ റോഡരികിൽ നിന്ന് വയലിലേക്കും പൊന്തക്കാട്ടിലേക്കും ഹോട്ടൽ, കൂൾബാർ എന്നിവിടങ്ങളിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ വലിയ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നത് പതിവാണ്. ഇതോടെ പ്രദേശത്ത് മാലിന്യ പ്രശ്നവും രൂക്ഷമായിരുന്നു. പ്രദേശവാസികൾക്കും റോഡിലൂടെ ചെറുമുക്ക് ടൗണിലേക്കും സ്കൂളിലേക്കും കടന്നു പോകുന്നവർക്കും ദുർഗന്ധം മൂലം നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സൂചനാ ബോർഡും സ്ഥാപിച്ചിരുന്നു. ശുചീകരണത്തിനിടെ നിരവധി ബോട്ടിലുകളും മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതും ലഭിച്ചു. വരും ദിവസങ്ങളിൽ ഇത്തരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവ പരിശോധന നടത്തി ആളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മൾ ചെറുമുക്ക് GMLP സ്കൂളിൽ കമ്പടിച്ചിട്ടുള്ള NSS വളണ്ടിയേഴ്സാണ്. നമ്മൾ ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസത്തെ ഞങ്ങളുടെ സഹവാസ ക്യാമ്പിൻ്റെ ആക്ടിവിറ്റി ശ്രമദാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെറുമുക്ക് കൊടിഞ്ഞി റോഡിൽ വർഷങ്ങളോളമായി കാട് മൂടിക്കിടന്ന് മാലിന്യം അടിച്ചെറിയാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്തെ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും കൂടാതെ ആ കാട് വെട്ടിത്തെളിച്ച് ആളുകൾക്കും പരിസരവാസികൾക്കും ദുർഗന്ധമില്ലാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടന്നത്. തുടർന്ന് ഈ നാട്ടുകാരായ ആളുകളാണ് ഇത് ഏറ്റെടുത്ത് മുന്നിട്ട് നടത്തേണ്ടത്. ഇവിടെ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയൊക്കെ മുമ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ ബോർഡുകളും മാലിന്യമുക്ത ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ ബോർഡിൻ്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡയപ്പേഴ്സ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഡയപ്പേഴ്സ്, ഏറ്റവും കൂടുതൽ മാലിന്യം നമ്മൾ കണ്ടത് ഡയപ്പേഴ്സാണ്. നമ്മൾ NSS വളണ്ടിയർമാർ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഈ ഡയപ്പേഴ്സ് മറ്റുള്ള ഏത് വേസ്റ്റ് പോലെയല്ല ഡയപ്പേഴ്സ് ശേഖരിക്കുക എന്നുള്ളത്. അതിൽ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ഈ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള നമ്മളെ ആളുകളോട് പറയാനുള്ളത്, റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഡയപ്പേഴ്സ് മാലിന്യമുക്തമാക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട്. പലതും നിങ്ങൾ കുക്കിങ്ങിൻ്റെ മറ്റുമൊക്കെ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡയപ്പേഴ്സ് എങ്ങനെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം നടത്തണമെന്നുള്ളത് നിങ്ങൾക്ക് വഴികളുണ്ട്, വഴികളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നിക്ഷേപിക്കാതിരിക്കുക, ആ ഒരു അപേക്ഷയാണ് ഞങ്ങളെ NSS യൂണിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.